നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിൽ. മരിച്ച മേരിക്കുട്ടിയുടെയും റെജിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഇരുവരുടെയും സംസ്കാരം ഇന്ന് തന്നെ നടത്തും. സജിയെ ആശുപത്രിയിലെത്തിച്ച വൈദ്യപരിശോധന പൂർത്തിയാക്കി. സജി സ്വയം കീഴടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. തെരച്ചിൽ നടത്തുന്നതിനിടെ സമീപത്തെ കടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. തെറ്റുപറ്റിയെന്ന് സജി പറഞ്ഞെന്നും നാട്ടുകാർ പറയുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം അവിടെ നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് ഓടി വന്നു. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, അപ്പോൾ ഒരു ദുരൂഹത അല്പം നീങ്ങിയിരിക്കുന്നു. ഈ ദുരൂഹ മരണം എന്നുള്ള കാര്യം നീങ്ങിയിരിക്കുന്നു. കാരണം സജി പിടിയിലായതോടുകൂടി സജി തന്നെയാണ് പ്രതിയെന്ന്, സജി തന്നെ കുറ്റസമ്മതം നടത്തിയ പോലെയൊക്കെയാണല്ലോ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പോലീസ് എന്താണ് ഇതിൽ പറയുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നിലവിലെ പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അപ്പോൾ ഇയാളാണ് കൃത്യം നടത്തിയതെന്ന ഒരു നിഗമനം, ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു പോലീസ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കൊല്ലപ്പെട്ടത് മേരിക്കുട്ടിയും അതുപോലെ റെജിയുമാണെന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായും കൃത്യം നടത്തിയ അല്ലെങ്കിൽ കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ സജി ആണ് പ്രതി എന്നും പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റു നടപടികൾ, അതായത് എന്തായിരുന്നു കൃത്യം നടത്താനുണ്ടായ കാരണം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കൊലപാതകം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതിന്റെ വരും മണിക്കൂറിൽ തന്നെ അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. അപ്പോൾ നിലവിൽ ഈ പ്രതിയായ സജി ഇപ്പോൾ നെടുങ്കണ്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് രാവിലെ, അതായത് ഒരു രാവും പകലും നീണ്ട പോലീസ് തെരച്ചിലിനൊടുവിൽ അല്പം മുമ്പാണ് ഇത്തരത്തിൽ സജി അറസ്റ്റിലാകുന്നതും. ഇയാളുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ നിന്നാണ്. നമുക്കറിയാം, ഇന്നലെ ഇയാൾ പോലീസ് എത്തിയതിന് പിന്നാലെ ആയിരുന്നു മിനിങ്ങാണ് ഇയാൾ പോലീസ് എത്തിയതിന് പിന്നാലെയായിരുന്നു ഒളിവിൽ പോകുന്നത്. പിന്നാലെ ഈ വീടിനോട് ചേർന്നുള്ള വനമേഖലയാണ് വീടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ. അപ്പോൾ അതിർത്തി മേഖല കൂടിയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പോലീസിന്റെ നേതൃത്വത്തിൽ പല ടീമുകളായി തിരിഞ്ഞ് പരിശോധന നടത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചും ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തി. അപ്പോൾ ഇത്തരത്തിൽ പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ പ്രതിയായെന്ന് സംശയിക്കുന്ന പ്രതിയായ സജി കീഴടങ്ങുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നാട്ടുകാരിൽ നിന്നാണ് നമുക്ക് ഇത്തരം ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ ഘട്ടത്തിൽ യാതൊരുവിധ, അതായത് പ്രതി കീഴടങ്ങുകയായിരുന്നുള്ള ഒരു കാര്യത്തിലൊന്നും പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഇയാൾ ഈ മലയിൽ നിന്ന്, അതായത് വീടിനോട് ചേർന്ന് ഇയാളെ പിടിയിലായ സ്ഥലത്തിനോട് ചേർന്നുള്ള മലയിൽ നിന്ന് ഇറങ്ങി സമീപത്തെ കടയിൽ വന്നു നാട്ടുകാരോട് സംസാരിച്ച്, അതായത് തെറ്റുപറ്റിപ്പോയി, കുറ്റകൃത്യം നടത്തിയ താനാണ്, അത് താൻ ഏറ്റു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതികരണവും നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ ദുരൂഹത ഒഴിയുകയാണ്. അതായത് ഈ ഇരട്ട കൊലപാതകം ഏറെക്കുറെ സ്ഥിരീകരിച്ചേക്കാണ്. അത് കൃത്യം നടത്തിയ പ്രതിയും നിലവിൽ പിടിയിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ അറിയേണ്ടത്, അതായത് ദുരൂഹത നീങ്ങേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്. അതായത് നേരത്തെ നമ്മൾ പ്രതികരണം കേട്ടതാണ്. അതായത് ഈ പിടിയിലായ സജിയുടെ സഹോദരി സിനി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇവരുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും ഈ സജിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടിയായിരിക്കും ഇനി വ്യക്തത വരേണ്ടത്. ആ ഒരു കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചാൽ പോലീസ് അന്വേഷണം കൃത്യമായി നടത്തി ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. കാരണം ഈ സജി ഈ പിതാവിനെ അപായപ്പെടുത്തിയതാകാം എന്നൊരു സംശയം കൂടി സിനി പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് 2018 ഈ മാത്യുവിനെ കാണാതാകുന്നു. ഇതുപോലെ തന്നെ നെടുങ്കണ്ടത്തേക്ക് പോയതിനു ശേഷം ഇയാൾ മടങ്ങി വീട്ടിലേക്ക് വന്നിരുന്നില്ല. പിന്നാലെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പക്ഷെ അത് പാതി വഴിയിൽ മുടങ്ങി പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു കേസ് പുനരന്വേഷിക്കണം എന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ദുരൂഹത കൂടി നീങ്ങേണ്ടതുണ്ട്. അതായത് ആ ഒരു ഈ തിരോധാനത്തിൽ, അതായത് പിതാവിന്റെ തിരോധാനത്തിലും സജിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യമായിരിക്കും ഇനി അറിയേണ്ടത്, അല്ലെങ്കിൽ ദുരൂഹത നീങ്ങേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ആശ്വാസമാണ്. അതായത് നമുക്കറിയാം, ഒരു രാവും പകലും നീണ്ട തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ നിലവിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഇയാൾ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നെടുങ്കണ്ടം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ശാമിലി.